ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വാഴത്തോട്ടത്തിലേക്ക് വന്നേക്കാം കൊപ്ര പൊട്ടിക്കാനായിട്ട്. ഭയങ്കര കാറ്റ്, പാടത്ത് ഭയങ്കര കാറ്റ്. അപ്പോൾ നമ്മളൊന്ന് കൊപ്ര പൊട്ടിക്കാം. നമുക്കിത് വാഴത്തോട്ടത്തിലാണെങ്കിൽ നല്ല കാറ്റ്. വാഴത്തോട്ടത്തിൽ ചെന്നപ്പോൾ കാറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും കാറ്റ്. നല്ല ഉച്ച നേരം വെയിലും ഉണ്ട്. ഒരു 12 മണി നേരമൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോട്ടാ. വീടിൻ്റെ ബാക്കിൽ തന്നെ പാടം. ആ വാഴത്തോട്ടവും പാടമൊക്കെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ആതിരമോള് വീഡിയോ ഒക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. ആതിരമോള് നല്ല പോലെ ഓരോ സെൽഫിയൊക്കെ എടുത്ത് നടക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയ വാഴയുടെ കൊപ്ര നോക്കിയിട്ട് പൊട്ടിക്കണത്. ഞങ്ങളുടെ ഇവിടെ കൊപ്ര എന്നാണ് പറയുക. ചിലയിടത്ത് കൊടപ്പൻ എന്നൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. വാഴക്കൊടപ്പൻ എന്നൊക്കെ പറയാൻ തോന്നുന്നു. പക്ഷെ ഞങ്ങളിവിടെ കൊപ്ര എന്നാട്ടാ പറയുക. നമ്മുടെ തോപ്പിൽ കൊപ്ര മാത്രമല്ല ഗൈസ്, കൊക്കോ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കൊപ്ര എന്നിട്ട് 4 ഞാൻ വാഴമെന്ന് പൊട്ടിച്ചു കേട്ടോ. 4 കൊപ്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അതുകൊണ്ട് ഒരു ഉപ്പേരി വയ്ക്കാം. അതിങ്ങനെ ഞാൻ വേഗം ഉച്ചക്കലത്തേക്കാണേ. നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം വീട്ടിലേക്ക് വന്നു. അത് വേഗം പറിച്ചു. കൊപ്രയുടെ ഇതൊക്കെ കളഞ്ഞ് വേഗം നന്നാക്കാം നമുക്കത്. ഹായ് ഗൈസ്. നമുക്ക് ചെറുതായിട്ട് കൊപ്ര അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായിട്ട് നല്ലപോലെ പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഞാനൊരു 6-7 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാവും. ഞാൻ ടീസ്പൂൺ കണക്കിനല്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. അത് ഞാൻ എൻ്റെ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ എത്ര ഒഴിക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ലപോലെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെറുതാക്കി അരിഞ്ഞ സബോള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സബോള 2 സെക്കൻഡ് ഒന്ന് വഴണ്ടി വരുമ്പോൾ പച്ചമുളകും ആ ചതച്ച് വെച്ച ഉള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് വാടി വരുമ്പോൾ, ഒരു 2 സെക്കൻഡ് ഒന്ന് വാടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഉപ്പ് ടീസ്പൂൺ കണക്കിനല്ല എടുക്കാറ്. എനിക്ക് ഉപ്പിന് കൈയളവാണ്. എനിക്കിങ്ങനെ എൻ്റെ കൈ കൊണ്ട് ഉപ്പ് എടുത്താലാണ് ആ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. സ്പൂൺ അളവ് വെച്ചിട്ട് എനിക്ക് ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവാറില്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉപ്പ് എടുത്തിട്ട് അത് വിതറിയാലേ എനിക്ക് ശരിയാവുള്ളൂ. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് നല്ലപോലെ വഴറ്റി വരുമ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് ഞാനൊരു കുറച്ച് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അരമുറി നാളികേരമൊന്നുമില്ല, അരമുറിയുടെ പകുതി അത്ര നാളികേരം എടുത്തിട്ടുള്ളൂ. ഒരു ബൗളിൽ നാളികേരം എടുത്തിട്ടുണ്ട്, ഒരു ബൗൾ നിറയുന്നുണ്ട്. അത് ഇട്ടിട്ട് അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നന്നായി വഴറ്റി കൊടുത്തു. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഈ കൊപ്ര ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് 2 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കിയിട്ട് നമ്മളൊന്ന് ആവി വെക്കുക. ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 ഫ്ലെയിം ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുറച്ചിട്ടോളൂ. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒന്ന് ആവിക്ക് ഒന്ന് മൂടി വെക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ആ മൂടി ഇങ്ങോട്ട് തുറക്കുമ്പോഴേക്കും ഭയങ്കര മണം. എന്തൊരു നല്ല മണം വരുന്നറിയാം നമുക്ക്. ഇപ്പോൾ തന്നെ ആവിക്ക് തന്നെ മണം വരുമ്പോൾ നമുക്ക് ഇപ്പം എണ്ണ എടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ. അത്ര നല്ല മണം. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് മീൻ ഇരിക്കണ്ടായിരുന്നു, അതും ഒന്ന് വറുത്തെടുത്തു. കൊപ്ര കൂട്ടാൻ ശരിയായിട്ടുണ്ട് കേട്ടോ. കൊപ്ര കൂട്ടാനും കൂട്ടിയിട്ട് പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ട്, കുറച്ച് മീൻ വറുത്തതുണ്ട്. ആതിരമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഭാവിക്കൊരു ഉരുള കൊടുക്കട്ടെ കേട്ടോ. ചോറ് കഴിക്കാനായിട്ട് ഞങ്ങൾ പറമ്പിൻ്റെ ബാക്കിലേക്ക്, നമ്മൾ അടുക്കളയുടെ സൈഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ടേബിളിലൊന്നും ഇരുന്നിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. വീട്ടിൽ ആരും ഒന്നുമില്ലെങ്കിൽ നമ്മളിപ്പോൾ ഗസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ഇരുന്ന് കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ പാടവും പറമ്പൊക്കെ കണ്ടിട്ടിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തിരുന്നിട്ടാട്ടോ ഭക്ഷണം കഴിക്കണത്.